അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ഇന്ന് തറാവിന് പോയപ്പോൾ ഉസ്താദ് പറഞ്ഞ ഒരു ഇതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബിയെ ഒരു പള്ളിയിൽ ഇമാമാക്കി നിയമിച്ചു. അദ്ദേഹം എല്ലാ വക്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണ് ഓതുക. അപ്പോൾ മാമുകൾക്ക് ഒരു പ്രയാസമല്ല, എന്താ വേറെ ഊതിക്കൂടെ എന്നുള്ളൊരു സംശയം മാമുകളുടെ ഇടയിലുണ്ടായി. അവർക്ക് ഇദ്ദേഹത്തോട് പറയാൻ കുറച്ച് ഭയം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ച ഒരു സഹാബിയാണല്ലോ, ഇമാമാണ്. അപ്പോൾ അവരോട് പറയാൻ പേടി. അപ്പോൾ ഏതായാലും അവരെന്ത് ചെയ്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പോയി പരാതി പറഞ്ഞ്, ഇങ്ങനെ ഓതുന്നത്, അദ്ദേഹത്തോട് നിങ്ങളൊന്ന് വേറെ സൂറത്ത് ഓതാൻ പറയണമെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ വിളിച്ച് പറഞ്ഞ്, നിങ്ങൾ എല്ലാ വക്തിലും സൂറത്തുൽ ഇഖ്ലാസാണല്ലോ ഓതുന്നത്, അതുകൊണ്ട് അതൊന്ന് മാറ്റി ഓതിക്കൂടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല റസൂലേ, അത് നിങ്ങൾ പറയരുത്. എനിക്ക് സൂറത്തുൽ ഇഖ്ലാസിനോട് ഭയങ്കര ഹുബ്ബാണ്, അത് മാറ്റാൻ എനിക്ക് കഴിയില്ല. വേണമെങ്കിൽ അതിൻ്റെ കൂടുതൽ വേറെ സൂറത്തും കൂടി ഓതിക്കോടാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലാണ് എന്നാണ് പറഞ്ഞത്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നിങ്ങൾ സ്വർഗത്തിലാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. സ്വർഗത്തിൽ കടക്കുന്നല്ല, ആണെന്നാണ് പറഞ്ഞത്. അപ്പം സൂറത്തുൽ ഇഖ്ലാസിനോട് അത്രയും ഹുബ്ബ് വെച്ച് പുലർത്തിയാൽ സ്വർഗ്ഗമാണ് അതിന് പ്രതിഫലം. കാരണം അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു സൂറത്താണല്ലോ. അള്ളാഹുവിൻ്റെ തൗഹീദ് വിളിച്ചോതുന്ന സൂറത്താണിത്. അപ്പോൾ അതാണ് ഒന്ന് ഉസ്താദ് പറഞ്ഞത്. തറാവിന് ശേഷം 5 മിനിറ്റ് വയത് പറഞ്ഞുള്ളൂ. അത് നിങ്ങളെ ഞാൻ പങ്കുവയ്ക്കാണ്. എൻ്റെ പുതിയ ചാനലാണിത്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് കാണുക. ഇതിനെ പറ്റിയ പ്രതികരണം അറിയിക്കുക. എല്ലാവരും സൂറത്തുൽ ഇഖ്ലാസ് കമ്മക്കൊക്കെ ഓതാൻ ശ്രമിക്കുക. ഭയങ്കര പുണ്യമുള്ള സൂറത്താണ്. അത് 3 വട്ടം ഓതിയാൽ ഖുർആൻ ഫുള്ളാണ്. അതേസമയം ഖുർആൻ ഫുള്ളാക്കാൻ വേണ്ടി നേർച്ചയാക്കിയാൽ ഇത് 3 വട്ടം ഓതിയാലും പോരാ, അത് വേറെ കാര്യം. ഖുർആൻ ഫുള്ള് ഓതി തന്നെ വേണം. അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാനുള്ളത്. എൻ്റെ പുതിയ ചാനലാണ്. ഓക്കെ, നമുക്കെല്ലാവർക്കും അല്ലാഹു തആല റമദാൻ്റെ ആ പോലീസ് ഉൾക്കൊണ്ട് നോമ്പെടുക്കുവാനും തറാവീഹ് നിസ്കരിക്കാനും നല്ല ഭക്തിയോടുകൂടി എല്ലാ നന്മകളും ചെയ്യാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആമീൻ.